തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുക്കുമ്പോൾ മൂന്ന് മുന്നണികളിൽ രണ്ട് മുന്നണികളുടേത്, അതായത് UDF-ന്റെയും NDA-യുടെയും ദേശീയ നേതാക്കളൊക്കെ കേരളത്തിൽ ഇങ്ങനെ തമ്പടിച്ച് നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ BJP-യുടെ ആഭ്യന്തരമന്ത്രി കൂടിയായ അമിത്ഷാ അദ്ദേഹം കാട്ടാക്കടയിൽ അടക്കം തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. കേരള സർക്കാരിനെതിരെ, LDF-നെതിരെ, മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. പ്രത്യേകിച്ചും ശബരിമല സ്വർണ്ണക്കൊള്ള പരാമർശിക്കുന്നു. NDA അധികാരത്തിൽ വന്നാൽ CBIക്ക് കൈമാറി സ്വർണം കട്ടവരെയെല്ലാം ജയിലിൽ അടയ്ക്കും. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാഗ്ദാനം അമിത്ഷാ മുന്നോട്ട് വയ്ക്കുന്നത് NDA അധികാരത്തിൽ വന്നാൽ 2 വർഷത്തിനുള്ളിൽ കേരളത്തിൽ എയിംസ് വരുമെന്നാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ തുടരുകയാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ ആദ്യം ഒന്ന് കേൾക്കാം. सबरीमाला का सोना जिन्होंने लूटा है, ना UDF उनको पकड़ेगी, ना LDF। आप NDA की सरकार बना दो, हम 2 महीने के अंदर सोना चोरी करने वालों को जेल की सलाखों के पीछे डाल। केरलम में पहला एम्स 2 साल के भीतर बनाकर केरलम के लिए खुला रख दिया जाएगा। यस और वोट प्राप्त करने की ये LDF की कारी इस बार यहां पर नहीं लगने वाली है। केरलम की जनता जानती है कि सारे काम नरेंद्र मोदी जी ने किए. BJP വലിയ പ്രതീക്ഷകൾ വയ്ക്കുന്ന തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ചാണ് അമിത്ഷാ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. ഇന്നലെ പ്രധാനമന്ത്രിയും വന്നുപോയിരുന്നു. തിരുവല്ലയിലുമൊക്കെ പ്രധാനമന്ത്രിയുടെ പരിപാടികൾ നമ്മൾ കണ്ടാണ്. അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, ഇപ്പോൾ എവിടെയാണ് അമിത്ഷായുടെ പരിപാടി? എങ്ങനെയാണ് BJP നേതൃത്വം ഈ ദേശീയ നേതാക്കളുടെ വരവ് അവർക്കുണ്ടാക്കുന്ന ആത്മവിശ്വാസം എന്താണ്? ഒപ്പം നേരിട്ട് LDF-ഉമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ എന്ന നിലയ്ക്കുള്ള വിമർശനങ്ങളാണോ അമിത്ഷാ ഉന്നയിക്കുന്നത്? BJP-യുടെയും കോൺഗ്രസിന്റെയും എല്ലാം പ്രധാന നേതാക്കൾ കേരളം കേന്ദ്രീകരിച്ച വ്യാപകമായ പ്രചാരണ പ്രവർത്തനങ്ങളിലാണ്. ഇനിയിപ്പോൾ ഇന്നലെ പ്രധാനമന്ത്രിക്ക് പിന്നാലെ അമിത്ഷാ കൂടി തലസ്ഥാനത്തേക്ക് എത്തുകയാണ്. തലസ്ഥാന ജില്ലയിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ കഴിഞ്ഞതിന്റെ വലിയ ആത്മവിശ്വാസം BJP-ക്കുണ്ട്. അതിനാൽ തന്നെ വട്ടിയൂർക്കാവ്, അതോടൊപ്പം തന്നെ കഴക്കൂട്ടം, നേമം മണ്ഡലങ്ങളിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നതിനും അപ്പുറത്തേക്ക് കാട്ടാക്കട അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ ചലനം ഉണ്ടാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ BJP കേന്ദ്രങ്ങൾക്കുണ്ട്. അതിനാലാണ് മലയോര മേഖലയും നഗരമേഖലയും കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പ്രചരണത്തിനായി എത്തുന്നത്. കാട്ടാക്കടയിലെ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലാണ് ഇപ്പോൾ അമിത്ഷായുടെ പ്രസംഗം പുരോഗമിക്കുന്നത്. ഇടതുപക്ഷത്തിനെതിരെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിനെതിരെയും രൂക്ഷമായ വിമർശനമാണ് അമിത്ഷായുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രചാരണ ആയുധമായി BJP ഇപ്പോൾ ഉയർത്തിക്കാട്ടുകയാണ്. പ്രധാന നേതാക്കളെല്ലാം ആ വിഷയം പറയുകയും ചെയ്യുന്നു. സ്വർണ്ണക്കൊള്ള നടത്തിയവരെയും അത് വിൽക്കാൻ സഹായിച്ചവരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലയക്കും എന്നുള്ളതാണ് അമിത്ഷാ ഇപ്പോൾ പറയുന്നത്. ഈ ശബരിമല വിഷയത്തിലെ പ്രതികരണങ്ങൾക്ക് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും വലിയ കയ്യടി ലഭിക്കുന്നതും വളരെ ശ്രദ്ധേയമായി തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. BJP-യും SDPI-യും അതോടൊപ്പം തന്നെ ജമാഅത്ത് ഇസ്ലാമിയും ഉള്ള കേരളം സുരക്ഷിതമല്ല എന്നുകൂടി അമിത്ഷാ പറഞ്ഞു വെക്കുന്നു. ഗുരുതരമായ രാഷ്ട്രീയ ആരോപണങ്ങൾ അമിത്ഷായുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. രൂക്ഷമായ വിമർശനങ്ങൾ അമിത്ഷായുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഈ വിഷയങ്ങളിലേക്ക് മറ്റ് ഇടത് വലത് നേതാക്കളുടെ പ്രതികരണങ്ങൾ എങ്ങനെയാകും എന്നുള്ളതൊക്കെയാണ് കണ്ടറിയേണ്ടത്. എന്തായാലും വലിയ ആൾക്കൂട്ടങ്ങൾക്ക് നടുവിൽ ഇപ്പോൾ അമിത്ഷായുടെ പ്രസംഗം പുരോഗമിക്കുന്നു. കാട്ടാക്കട, അരുവിക്കര, പാറശാല, അതോടൊപ്പം തന്നെ നെയ്യാറ്റിൻകര മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും ഇപ്പോൾ അമിത്ഷാ പങ്കെടുക്കുന്ന പരിപാടിയിലും. ശരി.